അതേസമയം കോതമംഗലത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ട ഡോക്ടർ പി വി മാനസയുടെ മൃതദേഹം സംസ്കരിച്ചു. കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങ്. രാവിലെ നാറാത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. അതേസമയം മാനസയുടെ കൊലയാളി രഖിലിന്റെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി. പിണറായിയിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. പയ്യാമ്പലം ബീച്ചിൽ നിന്ന് മനു ഭരത്ത് ചേരുകയാണ്. മനു, സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായോ? സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ ഞാൻ പയ്യാമ്പലം ശ്മശാനത്തുള്ള ഈ ശാന്തിതീരം ശ്മശാനത്തിലാണുള്ളത്. നമുക്ക് ചിത ഇപ്പോഴും കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. അത് ചിത മുഴുവനായും കത്തിത്തീർന്നിട്ടില്ല. എങ്കിലും ഒരു വലിയ ദുരന്തത്തിന് ശേഷം മാനസയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് രാവിലെ 7:30 മാനസയുടെ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിച്ചത്. അവിടെ കുടുംബാംഗങ്ങൾ ആദ്യം പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ നാട്ടുകാർക്കും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ പൊതുപ്രവർത്തകർക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കി. നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തി. മന്ത്രി എം വി ഗോവിന്ദൻ, അതുപോലെ മേയർ ടി ഒ മോഹനൻ തുടങ്ങി പിന്നെ അഴീക്കോടിലെ MLA കൂടിയായ കെ വി സുമേഷ് തുടങ്ങിയുള്ള നേതാക്കളെല്ലാം അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. നാട്ടുകാരും അവരുടെ ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് 10 മണിയോടുകൂടി ഈ ശാന്തിതീരത്തിലേക്ക് കൊണ്ടുവന്നത്. 10:30 ശേഷമാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയും. മനു, ഇതിൽ ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ എന്താണ്? തോക്ക് ബീഹാറിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് രഖിലിന് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് മന്ത്രി. ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിലേക്ക് ഉടൻ കേരള പോലീസ് തിരിക്കുമെന്നും അറിയുന്നുണ്ട്. എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ തോക്കിന്റെ കാര്യത്തിൽ ഇത് കേരളത്തിന് പുറത്തുനിന്ന് വന്നതാണെന്ന കാര്യം ആദ്യം തന്നെ പോലീസിന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. കണ്ണൂരിൽ ഇതിന്റെ പ്രാഥമിക പരിശോധന ഇവിടുത്തെ പോലീസ് നടത്തുകയില്ല. അപ്പോൾ രഖിലിന് ഇവിടെ ആരും ഈ തോക്ക് ഉപയോഗിക്കുന്നവരുമായി ഒന്നും സൗഹൃദവും ബന്ധമോ പരിചയമോ ഇല്ല എന്ന് ആദ്യം തന്നെ വ്യക്തമായി. അപ്പോൾ മറ്റ് ഏത് വഴികൾ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇയാളുടെ ടെലിഫോൺ റെക്കോർഡുകൾ പരിശോധിക്കാൻ പോലീസ് പെട്ടെന്ന് തന്നെ തയ്യാറായത്. അതിൽ നിന്നാണ് ഇയാൾ ഉത്തരേന്ത്യൻ യാത്ര നടത്തിയെന്ന് മനസ്സിലാകുന്നത്. ആ ഉത്തരേന്ത്യൻ യാത്രയിൽ ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ആദിത്യനിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു. അപ്പോഴേ ഇയാൾ ബീഹാറിൽ പോയി എന്ന് വ്യക്തമായിട്ടുണ്ട്. അവരെ ഒരു ദിവസം ഇവരെ മുറിയിലിരുത്തി ഈ രഖിൽ പുറത്തേക്ക് പോവുകയുണ്ടായിരുന്നു. അപ്പോൾ ബീഹാറിന്റെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് ഇയാൾ തോക്ക് സംഘടിപ്പിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിടുത്തെ അതിഥി തൊഴിലാളി വഴിയാണെന്നും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ പോലീസ് ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും അവിടെ എത്തി ഈ ആരാണ് ഈ തോക്ക് കൊടുത്തത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. അതോടൊപ്പം തന്നെ അവരുടെ നമ്പറുകൾ ട്രേസ് ചെയ്ത് ഇയാൾ ഫോൺ ചെയ്തതിന്റെ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലരെയൊക്കെ സംശയമുണ്ട് ആരാണ് ഈ തോക്ക് കൊടുത്തതെന്നതിനെ സംബന്ധിച്ച്. ഏതായാലും ഈ തോക്ക് വന്നത് ബീഹാറിൽ നിന്ന് തന്നെ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അപ്പോൾ ഇതിലൊരു കാര്യം, ഈ താനൊരാളെ തനിക്ക് തോക്ക് ആവശ്യമുണ്ട്